ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഫ്ലോറും വണ്ടി ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. വണ്ടിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഇതിൽ, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അതിൽ ചെയ്തത് ക്ലിനിക് പ്ലസ് ഷാമ്പു ഇട്ട് ഒന്ന് നന്നായിട്ട് പതപ്പിച്ചെടുത്തു വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ബ്രഷ്, വലിയ ബ്രഷാണത്, അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ക്ലീനാക്കി എടുത്ത് ഇങ്ങനെ പതപ്പിച്ചെടുത്തു എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നമ്മുടെ പൈപ്പ് കൊണ്ട് വെള്ളം പിടിക്കുക, ക്ലിയറായിട്ടൊന്ന് റഫായിട്ടൊന്ന് ആദ്യം ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വറ്റിച്ച് ഇട്ട് നനച്ച് കൊടുക്കുക. അങ്ങനെ നനച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്ന് വലിപ്പമായിട്ട് വരുന്നത്. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് ഒന്നുകൂടി ക്ലീൻ ചെയ്ത് പൈപ്പ് കൊണ്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്നുകൂടി സെറ്റാക്കി കൊണ്ടുവരാം. അത് ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ വീട്ടുകാരത്തും വിളിക്കുന്നുണ്ട്, വിളിച്ചിട്ട് കിടന്നിട്ട് ആരിലേന്ന് വിളിക്കാം. വന്നു വീട്ടുകാർക്ക് വന്ന് വിളിക്കാനായിട്ട് എന്തോ എടുത്തിട്ടു. നമ്മൾ ക്ലീൻ ചെയ്ത സ്ഥലമാണ്, അവിടേക്കിനും എടുത്തിട്ട് വെക്കണത്. കുഴപ്പമില്ല, ക്ഷമിച്ചോളെ, നമ്മുടെ വൈഫല്ലേ, കുഴപ്പമില്ല, വിട്ട് പിടിക്കാം നമുക്ക്. ഏകദേശം നമ്മുടെ ഈ ഫ്ലോറിൻ്റെ ക്ലീനിങ്ങൊക്കെ ഏകദേശം അത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബ്രഷ് കൊണ്ട് ചെയ്താലും നമുക്ക് കൈ കൊണ്ട് കൂടി ചെയ്യുമ്പോഴൊരു എയിം വരുള്ളൂ. വെച്ചിട്ട് ഞാൻ കൈ കൊണ്ടുപോയി ഒന്ന് തുണിയൊക്കെ എന്നിട്ട് തുടച്ച് ക്ലീനായിട്ട് സ്റ്റെപ്പൊക്കെ അത് സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മൾ സെറ്റൗട്ടിൽ കാണുന്ന ഭാഗങ്ങൾ, പിന്നെ ചാരുപടിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്, എടുത്തിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് ആദ്യം ഫസ്റ്റ് നമുക്ക് ബ്രഷ് കൊണ്ട് ഇങ്ങനെ തുടച്ച് ക്ലീൻ ആക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാനൊക്കെ ഇട്ട് ഉണക്കാം. അല്ലെങ്കിൽ വെയിലുണ്ടെന്ന് തോന്നുന്നു ഞായറാഴ്ച ആയതുകൊണ്ട്. ഞായറാഴ്ച ഉണ്ടല്ല, മഴയില്ല തീരെ. അപ്പോൾ ഒന്ന് ഉണങ്ങി കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ നമ്മുടെ സൈഡ് സൺഷൈഡിൻ്റെ സൈഡിൽ ഫ്രണ്ടിൽ ഒരു വരാന്തയും കൂടി ഉണ്ട്. അവിടെയും ഇങ്ങോട്ടും ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും കാർ പോർച്ച് ക്ലീൻ ആക്കിയതല്ലേ, അപ്പോൾ ഇതും കൂടി ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഇതാ ക്ലിനിക് പ്ലസ് ഷാമ്പു തന്നെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അതായത് ഷാമ്പൊക്കെ ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ആ ബ്രഷ് വീണ്ടും എടുത്തു. അത് ആദ്യം അത് പിന്നെ ബലം കിട്ടാനായിട്ട് പിന്നെ അതിൻ്റെ ബ്രഷ് മാത്രമായിട്ട് ഊരിയെടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ടാണ് ആദ്യം ചെയ്യുന്നത്. അത് ഫുള്ള് കരടുണ്ട് കുറേ, അതൊക്കെ പിന്നെ ഇത്തിരി കൂടുതൽ ചെളി പറ്റി പിടിച്ചവിടെ. വേറെ പലതരം ടൈലുകളാണ് അത്. നമ്മൾ തറമ്മിലൊക്കെ കുറച്ച് നന്നായിട്ട് ചെളിയായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടിട്ടാണ്. ഏകദേശം ഒരുവിധം ലെവലായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് കഴുകാം. എന്നിട്ട് ഒന്നും കൂടി നമുക്ക് ആ വലിയ അതും ബ്രഷിൻ്റെ ആ വെടിയുടെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്കതൊന്നും കൂടി ക്ലീൻ ചെയ്യാം. അത് അടിപൊളിയായിട്ട് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ വെള്ളം കൂടി ഒന്ന് തുടച്ച് കളഞ്ഞാൽ അത് സംഭവം ഓക്കെ. ഞായറാഴ്ച ആയതുകൊണ്ടാണ്, ഇട ദിവസമൊക്കെ ചെയ്യാൻ ടൈം കിട്ടില്ല. ജോലിക്ക് പോയി വന്നിട്ട് പിന്നെ നമുക്കുള്ള ഇതിനുള്ള സമയമില്ല. ഉള്ള ഞായറാഴ്ച കൊണ്ട് ചെയ്ത് തീർക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം, കമൻ്റ് അടിക്കണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. ഓക്കെ കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാതും കഴിഞ്ഞ് വരുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. ഉച്ചയിലത്തെ ഫുഡ് കഴിക്കേണ്ടത് 1:30 സമയം. വീട്ടുകാർ വിളിക്കുന്നൊക്കെ ഉണ്ട്, മോനൊക്കെ വന്നിട്ട് വിളിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. നല്ല ബീഫ് കറി, നല്ല നാടൻ ചോറും ഒക്കെയാണ് ഇന്ന് ഞായറാഴ്ചയായിട്ട്. പിന്നെ ഇന്നലത്തെ ചിക്കൻ ഇരിക്കുന്നുണ്ട്. നേരത്തെ പോലെ അടിപൊളിയായിട്ട് ക്ലീനായിട്ടുണ്ട്. ഓക്കെ ഉണ്ടല്ലേ ഗൈസ്. ഓക്കെ, ഇതൊക്കെയാണ് ഞായറാഴ്ചത്തെ പണികൾ. സമയമില്ല പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു ഞായറാഴ്ച പോലെ ശരിക്കും 2 ഞായറാഴ്ച ഉണ്ടായാലും ചില ഞായറാഴ്ച വൈകുന്നേരം 2 ഞായറാഴ്ച വേണ്ടതായിരുന്നു എന്ന് തോന്നും. എന്താ ചെയ്യുക, ഒരു ഞായറാഴ്ച അല്ലേ ഉള്ളൂ. ഇതാണ് കേട്ടോ എൻ്റെ വണ്ടി. ഇതിന് ഒരു 1.5 മണിക്കൂർ വണ്ടി കഴുകാൻ. അതും കഴിഞ്ഞു, പിന്നിട്ടാണ് അത് കഴിഞ്ഞു. അതിൻ്റെ കൂടെ പോത്തിറച്ചി കൂട്ടുകാരെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സൂപ്പറാക്കി ലൈക്ക് അടിക്കണം, കമൻറ്റ് അടിക്കണം. അതിൻ്റെ പറഞ്ഞാൽ പോത്തിറച്ചി സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പ്